ഗൈസ്, തേജസ്സേട്ടൻ്റെ കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇടുക്കിക്ക് പോവാണ്. അപ്പോൾ നമുക്ക് വ്ലോഗ് കാണാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഇടുക്കിക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. KSRTC സ്റ്റാൻഡിൽ ചെന്നതും ഒരു മുണ്ടക്കയം ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം ബസ് കയറി. ഞങ്ങൾ 10 പേർക്ക് 10 സീറ്റാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് കാർത്തികയെ കിട്ടി. കാർത്തികയും ഞാനും ജ്യോതിലക്ഷ്മിയും കൂടാണ് സീറ്റ് ഇരുന്നത്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. എക്സൈറ്റഡ് ആയിരുന്നു. ഒരു ലോങ് ട്രിപ്പ് ഇതാണ്. സ്കൂളിൽ നിന്ന് ട്രിപ്പൊക്കെ പോകുമായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ദൂരയാത്രയൊന്നും പോയിട്ടുമില്ല. എനിക്കങ്ങനെ പോകണമെന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? പറയും. ഭയങ്കര വെയിൽ അടിക്കുന്നിടത്തായിരുന്നു. നീ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഇതൊക്കെ വ്ലോഗിൽ വന്നാൽ മതിയായിരുന്നു. പിന്നീട് ഞങ്ങൾ മുണ്ടക്കയം സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ബേക്കറിയിലോട്ടാണ് പോയത്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് ചെറിയ രീതിയിൽ ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ആ സമയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല രീതിയിൽ വെച്ചെന്നായിരുന്നു. ഞങ്ങൾ ലൈമും കഴിക്കാനായിട്ട് ചെറിയ രീതിയിൽ സ്നാക്സുമാണ് പറഞ്ഞത്. കപ്പിൾസ് ആണ്, ലെബനീസ് എന്നൊക്കെ. ലെബനീസ് അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം സ്റ്റാൻഡിൽ നിന്ന് കട്ടപ്പനയിലേക്ക് ബസ് കയറി. പക്ഷേ ബസ് കയറിയപ്പോൾ ഞങ്ങൾക്കൊരു പറ്റ് പറ്റി. ഞങ്ങൾ കാഴ്ചയൊക്കെ കാണണം, ഉറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിൻഡോ സീറ്റ് തന്നെ കിട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ചേട്ടൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആകാശം മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. കാണാൻ വേണ്ടി ഞങ്ങൾ ഉറങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞിരുന്നേ, പക്ഷേ ഒന്നും കാണത്തില്ല. എനിക്ക് ആകാശം മാത്രമേ കാണത്തുള്ളൂ. ഞങ്ങളുടെ വണ്ടി യാത്രയുടെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത്. ഷെഫ്ന അതിശയറി. കുഴപ്പമില്ല, നല്ലൊരു യാത്രയാണ്. മെയിൻ വ്യക്തി ഉണ്ട് യാത്രയുടെ. അയ്യോ, ഇനി ഇവിടുന്ന് എത്ര മണിക്കൂറുണ്ട്? കെവിൻ ബ്ലോഗറിന്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കാം. ഓക്കെ, ബൈ. ഹലോ 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 അങ്കു മാഡം, പറയൂ. വളരെ സൂപ്പർ ആയിട്ടുള്ള യാത്രയായിരുന്നു. പ്രൈവറ്റ് ബസ് ഞാൻ മടുത്തു. ഇനി ഇവിടുന്ന് നമുക്ക് കുറേ ദൂരം പോകാനുണ്ട്. ജ്യോതിക വരുന്നുണ്ട്. ഇതാണ് ജ്യോതിക. നമുക്ക് അവിടെ പോയി. ജ്യോതിക യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ശരി, നല്ല തണുപ്പും അല്ലേ? ആ ചൂടൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഹോസ്റ്റലിലൊക്കെ ഭയങ്കര ചൂടായിരുന്നാണ്ട് കൈയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളൊരു പാട്ട് പാടാൻ പോവുകയാണ്. 1 2 3. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവളാണ് മിടുമിടുക്കി. മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി. ഇവളാണ് മിടുമിടുക്കി. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മഞ്ഞ് കതിർ കലമേകും മണ്ണാണ് മണ്ണ്. ലാസ്റ്റ് ഞങ്ങൾ ടസ്നയുടെ വീട്ടിലെത്തിയിരിക്കുന്നു.
അവിടെ നിന്ന് കൈയടിയത്. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.